ചില ബന്ധങ്ങൾ വാക്കുകളില്ലാതെ നിലനിൽക്കുന്നു. ചില മൗനങ്ങൾ വാക്കുകളേക്കാൾ ഭയപ്പെടുത്തുന്നതാണ്. ലോകത്ത് ഒരു വാക്കും ഉരിയാടാതെ പരസ്പരം മാത്രം സംസാരിച്ച രണ്ട് പെൺകുട്ടികൾ. അവരുടെ സംസാരത്തിൽ ഒരു വാചകമുണ്ടായിരുന്നു: ഒരാൾ മരിക്കണം, എങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയൂ. വെൽക്കം ബാക്ക് ടു ജെഫ് സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ കഥ ഇത് കഥയല്ല, സംഭവിച്ച ഒരു യഥാർത്ഥ ജീവിതമാണ്. ബർബഡോസിൽ ജനിച്ച് ബ്രിട്ടനിൽ വളർന്ന ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ, പിൽക്കാലത്ത് ദ സൈലന്റ് ട്വിൻസ് എന്ന് അറിയപ്പെട്ട ജൂൺ ഗിബ്സൻ്റെയും ജെനിഫർ ഗിബ്സൻ്റെയും ജീവിതം. ബ്രിട്ടനിലേക്ക് കുടിയേറിയ ഗ്ലോറിയ ഓബ്രെ ഗിബ്സൺ ദമ്പതിമാർക്ക് 1963 ഏപ്രിൽ 11 ഇരട്ടക്കുട്ടികളായ ജൂണും ജെനിഫർ ഗിബ്സണും ജനിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ വ്യത്യസ്തരായിരുന്നു ആ കുട്ടികൾ. അവർ സംസാരിച്ചു, പക്ഷേ അവരെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പതിയെ അവർ സംസാരം നിർത്തി. സ്കൂളുകളിൽ അധ്യാപകരോട്, സഹപാഠികളോട്, എന്തിന് സ്വന്തം മാതാപിതാക്കളോട് പോലും അവർ സംസാരിക്കാറില്ലായിരുന്നു. പക്ഷേ സംസാരം അത് അവർക്കിടയിൽ മാത്രമായിരുന്നു. വളരെ വേഗത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ, ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ അവർ അന്യോന്യം സംസാരിച്ചു. ഇത് പലപ്പോഴും കുട്ടികളുടെ സ്കൂളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മറ്റു കുട്ടികൾ അവരെ ബുള്ളിയിങ് ചെയ്യുമായിരുന്നു. കുട്ടികളുടെ ബുള്ളിയിങ് നിയന്ത്രിക്കാനാകാതെ ഇരട്ടകളുടെ സുരക്ഷയ്ക്കായി സ്കൂൾ അധികൃതർ അവരെ 1 മണിക്കൂർ മുൻപേ സ്കൂളുകളിൽ നിന്ന് വീട്ടിലേക്ക് അയക്കുമായിരുന്നു. കാലം കടന്നപ്പോൾ മൗനം കൂടുതൽ ഇരുണ്ടതായി. അവർ എഴുതാൻ തുടങ്ങി. സ്വന്തം മാതാപിതാക്കളോട് പോലും അവർ എഴുത്തിൽ കൂടി ആശയവിനിമയം നടത്തി. പിന്നീട് ഗിബ്സൺസ് കുട്ടികളെ ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അനവധി സെഷനുകൾക്ക് വിധേയരാക്കി. പക്ഷേ ഒരു മാറ്റവും കുട്ടികളുടെ പ്രകൃതത്തിന് വന്നില്ല. സ്പീച്ച് തെറാപ്പി നടത്തി നോക്കി, പക്ഷേ അതും പരാജയപ്പെട്ടു. അവർ കുട്ടികളെ 2 ബോർഡിംഗ് സ്കൂളുകളിൽ ആക്കി. പക്ഷേ ഈ മാറ്റം അവരിൽ വളരെ പ്രതികൂല ഫലം ഉളവാക്കി. അവർ കാറ്ററ്റോണിക് സ്വഭാവം പ്രകടിപ്പിച്ചു. കാറ്ററ്റോണിക് എന്നാൽ ലോകത്തോട് പ്രതികരിക്കാത്തതായി തോന്നുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, ഒരുതരം ജീവശ്ചവം ആയ അവസ്ഥ. ഒടുവിൽ അവരെ ഒരുമിപ്പിക്കുന്നു. ഒരുമിച്ചപ്പോൾ അവർ വീട്ടിൽ അവരുടെ മുറിക്കുള്ളിൽ ഒരു ലോകം സൃഷ്ടിച്ചു. ഡോളുകളുടെ നാടകങ്ങൾ, ടേപ്പുകളിൽ റെക്കോർഡ് ചെയ്ത കഥകൾ, അങ്ങനെ 1979 ഒരു ക്രിസ്തുമസിന് അവർക്ക് ഗിഫ്റ്റായി കിട്ടിയ ഡയറികളിൽ ആണ് അവർ എഴുതി തുടങ്ങുന്നത്. നോവലുകൾ, കഥകൾ എന്നിങ്ങനെ പലതും അവർ എഴുതി. പക്ഷേ അവയിൽ സന്തോഷം കുറവായിരുന്നു. അധികാരവും അക്രമവും മരണചിന്തകളുമായിരുന്നു അധികവും. അവരുടെ എഴുത്തുകളിൽ എടുത്തു പറയേണ്ടത് ജൂൺ എഴുതിയ പെപ്സി കോള അഡിക്റ്റും ജെനിഫർ എഴുതിയ ഡിസ്കോമാനിയയും ആയിരുന്നു. പിന്നീടുള്ള കൗമാരപ്രായത്തിൽ ഇരട്ടകൾ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കാൻ തുടങ്ങി. 1981 അവർ പലതരം കുറ്റകൃത്യങ്ങളും ചെയ്തു. നശീകരണം, മോഷണം, തീവയ്പ് എന്നിവയായിരുന്നു അതിൽ ചിലത്. വിചാരണയ്ക്കായി കാത്തിരുന്ന സമയത്ത് ഒരു മനഃശാസ്ത്രജ്ഞൻ അവരെ വിലയിരുത്തി. ഉയർന്ന സുരക്ഷയുള്ള മാനസിക രോഗ ആശുപത്രിയായ ബ്രോഡ്മൂറിലേക്ക് മാറ്റി. 1982 മാനസികാരോഗ്യ നിയമപ്രകാരം ഇരട്ടകളെ അനിശ്ചിതകാലത്തേക്ക് ബ്രോഡ്മൂറിൽ തടങ്കലിൽ വയ്ക്കാൻ വിധിച്ചു. അവർ അവിടെ 12 വർഷം ജീവിച്ചു. ഉയർന്ന ഡോസിലുള്ള മരുന്നുകൾ അവരുടെ ചിന്തയെ മന്ദമാക്കി. വാക്കുകൾ പലപ്പോഴും കഴുത്തിൽ തന്നെ കെട്ടിവയ്ക്കുന്നത് പോലെ. എഴുത്തുപോലും പലപ്പോഴും ഒരു അധ്വാനമാവുന്ന അവസ്ഥ. അവർക്കിടയിൽ ഒരു ആശയം വളർന്നു. ആ പൂട്ടിയ ലോകത്തുനിന്ന് ഒരാൾക്ക് പുറത്തു വരാൻ മറ്റൊരാൾ പോകേണ്ടി വരും. അത് അവരുടെ ഉള്ളിലെ ഒരു കരാറായിരുന്നു. ഡയറിയിൽ അവർ അതിനെ വാക്കുകളാക്കി. One of us must die so the other can live. അവരിൽ ആരാണ് പോകുക? ആ ചോദ്യം പുറത്തേക്ക് ഒരിക്കലും വന്നില്ല. പക്ഷേ ഒരാൾ മനസ്സിനുള്ളിൽ തീരുമാനിച്ചിരുന്നു. 1993 മാർച്ച് മാസം, 12 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ബ്രോഡ്മൂറിൻ്റെ വാതിലുകൾ അവർക്കായി തുറന്നു. അവരെ മാറ്റുന്നത് കുറഞ്ഞ സുരക്ഷയുള്ള കേസ്വെൽ ക്ലിനിക്കിലേക്കായിരുന്നു. സ്വാതന്ത്ര്യം ഇത്ര അടുത്തു വന്നിരിക്കുന്നു.
പക്ഷേ ആ ദിവസത്തിൽ എന്തോ ഒരു ശരികേടുള്ളതുപോലെ ജൂണിന് തോന്നി. ജെന്നിഫർ അസാധാരണമായി ശാന്തയായിരുന്നു. വാക്കുകൾ വളരെ മന്ദമായി, ശബ്ദം തെളിഞ്ഞില്ല. ജൂൺ പിന്നീട് ഓർത്തത്, അവൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്. യാത്രക്കിടയിൽ ജെന്നിഫർ ജൂണിൻ്റെ മടിയിൽ ഉറങ്ങിക്കിടന്നു, കണ്ണുകൾ തുറന്ന നിലയിൽ. അത് ഉറക്കമല്ലായിരുന്നു, അത് വിടപറച്ചിലായിരുന്നു. കെയ്സ്വെൽ എത്തിയപ്പോൾ ജെന്നിഫറിനെ ഉണർത്താനായില്ല. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിച്ചു. അക്യൂട്ട് മയോകാർഡൈറ്റിസ്, ഹൃദയത്തിൻ്റെ പെട്ടെന്നുള്ള വീക്കം. വിഷമില്ല, മരുന്നില്ല, അക്രമമില്ല, എല്ലാം മെഡിക്കൽ ഭാഷയിൽ വ്യക്തമായിരുന്നു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. കാരണം ജെന്നിഫർ മരിച്ച നിമിഷം മുതൽ മറ്റൊന്ന് സംഭവിച്ചു. ജെന്നിഫർ പോയതിനു ശേഷം ജൂൺ സംസാരിച്ചു. അടഞ്ഞുപോയ ശബ്ദമല്ല, മടിച്ച ശബ്ദമല്ല, സാധാരണ പോലെ വ്യക്തമായി. വർഷങ്ങളായി കഴുത്തിൽ കുടുങ്ങിക്കിടന്ന വാക്കുകൾ ഒറ്റയടിക്ക് പുറത്തു വന്നു. ജൂൺ പറഞ്ഞു, അവൾ തന്നെയാണ് തീരുമാനിച്ചത്. എനിക്ക് ജീവിക്കാൻ അവൾ പോയി. അത് കുറ്റസമ്മതമോ അതോ മനസ്സ് തന്നെ സൃഷ്ടിച്ച ഒരു വ്യാഖ്യാനമോ? ആരും ഉറപ്പിച്ചു പറയില്ല. ഇന്ന് മൗനം പിന്നിലാക്കി ജൂൺ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, സാധാരണ ജീവിതം. പക്ഷേ ഒരു ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. ഇത് മാനസിക രോഗമാണോ അതോ ബന്ധം അതിർത്തി കടന്നപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരാളെ തന്നിൽ നിന്ന് തന്നെ അഴിച്ചുവിട്ടതാണോ? ഒരു കാര്യം മാത്രം ഉറപ്പ്, ചില ബന്ധങ്ങൾ വാക്കുകളേക്കാൾ ശക്തമാണ്. ചില മൗനങ്ങൾ ഒരു മരണത്തിൻ്റെ വില കൊടുക്കും. ദ സൈലന്റ് ട്വിൻസ് ഒരു അസാധാരണ കേസ് മാത്രമല്ല, അത് മനുഷ്യ മനസ്സിൻ്റെ അതിർത്തികളിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. ലോകം അവരെ സൈലന്റ് ട്വിൻസ് എന്ന് വിളിച്ചു. പക്ഷേ അവരുടെ കഥ ഇന്നും ശബ്ദത്തോടെ നമ്മെ ചോദ്യം ചെയ്യുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയാറുള്ളതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ചെഫ് സ്റ്റോറീസ്.